ഹലോ, ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ റവയും പഴമൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ ഉന്നക്കായിലേറെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം തയ്യാറാക്കിയാലോ. അപ്പോൾ റമദാനിലും ഈവനിങ് സ്നാക്സ് ആയിട്ടൊക്കെ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റമാണ്. അതിന് വേണ്ടിയിട്ട് നല്ല പഴുത്ത 4 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതുപോലെ 4ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ച പഴം ചേർത്തി കൊടുക്കാം. ഇനി ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് വഴറ്റിയെടുക്കാം. അപ്പോൾ ഏകദേശം നല്ലവണ്ണം തന്നെ ഒന്ന് വഴന്ന് ഇതുപോലെ ഒന്ന് ഉടഞ്ഞു വരുന്ന ഒരു പാകാവൂലേ, ആ സമയത്ത് ഇതിലേക്ക് 1/4 കപ്പിൻ്റെ മുകളിലായിട്ട് പഞ്ചസാര ചേർത്തി കൊടുക്കാം. അപ്പോൾ പഴം അത്യാവശ്യം മധുരമുള്ളതാണെങ്കിൽ 1/4 കപ്പ് ചേർത്തിയാൽ മതി. പഞ്ചസാര ചേർത്തിയ ശേഷം ഒന്നും കൂടി നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂണ് ഏലക്കാപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്തി കൊടുക്കാം. ഇനി നട്സ് ചേർത്തണം എന്നുള്ളവർക്ക് നട്സും ചേർത്തി കൊടുക്കാം. ഇനി ഒന്നും കൂടി നല്ലവണ്ണം മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ ഈ തവി വെച്ചിട്ട് തന്നെ നമ്മൾ ആ പഴക്കൊന്ന് നല്ലവണ്ണം ഒന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ അതാ നല്ലവണ്ണം ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 1/4 കപ്പോളം തേങ്ങ ചിരവിയത് ചേർത്തി കൊടുത്തിട്ടുണ്ട്. അതും ചേർത്തിയിട്ട് ഒന്നും പാടെ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ തേങ്ങ ഒന്ന് നല്ലവണ്ണം ഒന്ന് മിക്സ് ആയാൽ മതി കേട്ടോ. ഒരുപാട് സമയമൊന്നും നമ്മളിത് ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതാ ഇതുപോലെ ഒന്നായാൽ നമുക്കിനി തീ ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇത് നമുക്ക് ചൂടാറാനായിട്ട് ഒരു പ്ലേറ്റിലേക്ക് ഇത് മാറ്റിയിട്ടുണ്ട്. ഇനി ഈ സെയിം പാനിന് നമ്മൾ അടുപ്പിൽ വെച്ചിട്ട് തീ കത്തിക്കാതെ അതിലേക്ക് 1/4 കപ്പ് വറുത്ത റവ കേട്ടോ ചേർത്തിട്ടുള്ളത്. ഇനി വറുക്കാത്ത റവ ആണെങ്കിൽ ഈ പാനിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് വറുത്തെടുത്താൽ മതി. എന്നിട്ട് ഇതിലേക്ക് 1/4 കപ്പ് റവയ്ക്ക് നമ്മൾ 1 കപ്പ് പാലാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. അത് ചേർത്തിയിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ തീ കത്തിച്ചിട്ട് ഇത് ഇതുപോലെ ഒന്ന് കുറുകി ആ പാലൊക്കെ ഉണ്ടല്ലോ ആ റവയിലേക്ക് പിടിച്ച് വരുന്ന ഇതുപോലെ ഒന്ന് ടൈറ്റായി വരുന്ന ഈ സമയം ഉണ്ടല്ലോ, ഈ സമയത്ത് നമ്മൾ നേരത്തെ മാറ്റി വെച്ച പഴം തേങ്ങൻ്റെ കൂട്ടുണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്തി കൊടുക്കാം. ഇനി പഴത്തിൻ്റെ കൂട്ട് ചേർത്തതിന് ശേഷം നല്ലവണ്ണം നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് മിക്സ് ചെയ്തെടുക്കാൻ. ഇനി ഈ പഴത്തിലേക്ക് റവ മിക്സ് ആവണ വരേക്ക് നമുക്ക് നല്ലവണ്ണം ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ അതിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഈ പാനിന്നൊക്കെ വിട്ട് വരുന്ന ഈ സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇത് ഒന്ന് ചൂടാറാനായിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ ഇതിവിടെ ചൂടാറി വന്നതിന് ശേഷം പിന്നെ നമ്മളിത് കുഴച്ചെടുക്കൊന്നും വേണ്ട കേട്ടോ. പിന്നെ നമ്മളെ കയ്യിൽ കുറച്ച് നെയ്യോ എണ്ണ എന്തെങ്കിലും ഒന്ന് തടവിന് ശേഷം ഇതുപോലെ ചെറിയോരോ ബോൾസ് എടുത്തിട്ട് ഞാനിത് ഉന്നക്കായിൻ്റെ ഒരു ഷേപ്പിലാണ് കേട്ടോ അത് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ചെയ്തെടുക്കാം. അപ്പോൾ അതാ ഇതുപോലെ ചെയ്തെടുക്കാം. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ എല്ലാതും ഇതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേ അളവിൽ നമ്മൾ തയ്യാറാക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 15 സ്നാക്സ് കിട്ടും. ഇനി ഇത് നമുക്ക് എണ്ണയിൽ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എണ്ണ നല്ലവണ്ണം ചൂടായിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ അത് ഇട്ട് കൊടുക്കാൻ. ഇട്ട് പാടന്നെ ഇട്ടിട്ട് ഇളക്കും ചെയ്യരുത്. കുറച്ച് സമയത്തിന് ശേഷം ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. നല്ലവണ്ണം തീ കുറച്ചും വെക്കരുത്, തീ കൂട്ടിയിട്ടും വെക്കരുത്. എന്നിട്ട് ഒരു വശം ആവുന്ന സമയത്ത് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് എണ്ണയിൽ മുക്കി പൊരിക്കാതെ നിങ്ങൾക്ക് കുറച്ച് ഓയിൽ പാനിൽ ഒഴിച്ചിട്ട് തിരിച്ചു മറിച്ചിട്ടിട്ട് അങ്ങനെയും ഫ്രൈ ചെയ്തെടുക്കാം. ഇതിൻ്റെ പുറം ഭാഗം മാത്രം നമുക്ക് കുക്കായി കിട്ടാനുള്ളൂ. അപ്പോൾ ഏകദേശം ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതാ ഞാനിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റിയിട്ടുണ്ട്. അങ്ങനെ ബാക്കിയുള്ളത് എല്ലാതും ഇതുപോലെ തന്നെ ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അത് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുത്ത് വരുത്തിയിട്ട് ഒരുപാട് എണ്ണ കുടിക്കാത്തൊരു ഐറ്റം കൂടിയാണ്. ഇത് കണ്ടാൽ നമുക്കൊരു ഉന്നക്കായ പോലെ തോന്നുമെങ്കിലും ഇതിൽ നമ്മൾ റവയും പാലൊക്കെ ചേർത്തുള്ളത് കൊണ്ട് തന്നെ ഉന്നക്കായിലേറെ നല്ല ടേസ്റ്റാണ് കേട്ടോ അതിന്. അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം.